ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മളിതാ വേണ്ട കുഞ്ഞാപ്പിയും കൂടെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ഉത്സവത്തിന് എപ്പോൾ പോയാലും കുഞ്ഞാപ്പിയും കൊണ്ട് പോവാം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ അങ്ങനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി ഇന്ന് പോകുമ്പോൾ കുഞ്ഞാപ്പിയെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിയും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ നേരെ ഹരിപ്പാടിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഉത്സവം 10-ാം അതയത്തിൻ്റെ അന്നാണ് ഉത്സവം. അപ്പം നമുക്ക് അവിടെ അപ്പച്ചിയുടെ വീട്ടിൽ ഉത്സവം ആയതുകൊണ്ട് അന്ന് അങ്ങോട്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തേക്ക് ആക്കി വെച്ചതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചാരുമൂടൊക്കെ കഴിഞ്ഞ് വെട്ടിക്കോടും കഴിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഹരിപ്പാട് പെട്ടെന്നാണ് എത്തിയത് കേട്ടോ. അപ്പം നമ്മൾ ചെന്ന ഉടനെ തന്നെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റേത്. അപ്പം നമുക്ക് ഫുഡാണല്ലോ ബിഗിലെ മുഖ്യം. അപ്പം നമ്മളവിടെ ചെന്ന ഉടനെ തന്നെ അവരെല്ലാം വേറെ പാത്രത്തിലോട്ടൊക്കെ എല്ലാം മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വേഗം തന്നെ പോരുവാണ്. നിന്ന് ഉത്സവം കാണാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സിനിമാ നടൻ ജയറാമിൻ്റെ മറ്റേ ചെണ്ടകൊട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാനായിട്ട് പോയില്ല. രാവിലെ ആയിരുന്നു അതൊക്കെ പ്രോഗ്രാമൊക്കെ. അപ്പം നമ്മൾ പോയപ്പോൾ തന്നെ 12 മണിയോളം കഴിഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മൾ ചെന്ന ഉടനെ തന്നെ കുറച്ച് ആൾക്കാർ കഴിക്കാനൊക്കെ ഇരുന്ന്. അങ്ങനെ കുഞ്ഞാപ്പിയെ പിന്നെ വല്യമ്മച്ചിയെ കണ്ട് പേടിപ്പിച്ചൊക്കെ അങ്ങനെ കുഞ്ഞാപ്പിക്കും ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞാപ്പി ഒരു വക കഴിക്കത്തില്ല, അങ്ങനെ പേടിപ്പിച്ചൊക്കെയാണ് ചോറ് കഴിപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ പുറകിൽ തന്നെ ഞാനും കഴിക്കാനായി ഒക്കെ ആയിട്ടിരുന്നു. അപ്പം ചെന്ന ഉടനെ തന്നെ സത്യം പറഞ്ഞാൽ വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാപ്പിക്ക് കൊടുക്കേണ്ട പേരിൽ പിന്നെ കുഞ്ഞാപ്പിക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ തിരിച്ച് പോരുവാണെങ്കിൽ ചെയ്ത്. അങ്ങനെ വല്യമ്മച്ചിയുടെ വീട്ടിലും ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. വല്യമ്മച്ചി അവിടോട്ട് വിടണമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ യജമാനൻ നമ്മളെ നോക്കി ഒന്ന് കുരച്ച് കാണിച്ചു. അങ്ങനെ പിന്നെ അകത്തേക്ക് കയറി. അങ്ങനെ പിന്നെ ഈ ഒരു ചെറിക്കായൊക്കെ പറിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങ് പോകുന്നത്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.